ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടൻ ഇന്നസെന്റിനെ സംബന്ധിച്ച് അതത്ര ശുഭമല്ല. തനിക്ക് താല്പര്യമില്ലെന്നും പാർട്ടി പറഞ്ഞാൽ മാത്രം വീണ്ടും മത്സരിക്കുമെന്നും പറഞ്ഞ ഇന്നസെന്റ് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. എന്നാൽ പാർട്ടി പറയില്ല എന്ന് മാത്രമല്ല, ഇന്നസെന്റിനെ മത്സരിപ്പിക്കരുതെന്നാണ് പാർട്ടിയുടെ തീരുമാനവും. ഇന്നസെന്റിനെതിരെ മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ പടയൊരുക്കം ശക്തമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടെ ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് സിനിമാ രംഗത്ത് നിന്നും എതിർപ്പുമായി സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്ത്. സ്ത്രീവിരുദ്ധ നിലപാടുള്ള ഒരു പിന്തിരിപ്പന് സീറ്റ് നൽകുന്നതിലൂടെ ഇടതുപക്ഷം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ബിജുവിന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്റെ പ്രതിഷേധം ബിജു അറിയിച്ചിരിക്കുന്നത്. സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരാളെ വീണ്ടും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കുന്നത് പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ബിജു ചോദിക്കുന്നു. മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നസെന്റ് സ്വീകരിച്ച നിലപാട് പിന്തിരിപ്പനും കുറ്റാരോപിതന് പിന്തുണ നൽകുന്നതുമായിരുന്നെന്നും ബിജു പറയുന്നു. കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടുകൾ പുലർത്തിയ ഒരു സംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ഇന്നസെന്റ് MP ആയിരിക്കുമ്പോൾ പോലും സ്വീകരിച്ച നിലപാട് പ്രതിഷേധപരമായിരുന്നെന്ന് ബിജു ആരോപിക്കുന്നു. നേരത്തെ രണ്ടാം തവണ മത്സരിക്കാനില്ലെന്ന് ഇന്നസെന്റ് വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഇത്തവണയും ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ താരത്തെ തന്നെ CPM പരിഗണിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ പാർട്ടി എടുത്തിട്ടില്ല. അതേസമയം ഇന്നസെന്റിന് അവസരം നൽകരുതെന്ന് വ്യക്തമാക്കി ചാലക്കുടി മണ്ഡലം കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ഇന്നസെന്റിന് വിജയസാധ്യതയില്ലെന്നും പകരം P രാജീവിനെയോ സാജു പോളിനെയോ മത്സരിപ്പിക്കാനാണ് ഇവരുടെ ആവശ്യം. ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPM സംസ്ഥാന നേതൃത്വത്തിനായിരിക്കുമെന്നും ലോക്സഭാ മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. മണ്ഡലം കമ്മിറ്റിക്ക് കൂടി താല്പര്യമുള്ള വ്യക്തികളെയാകണം മത്സരിപ്പിക്കേണ്ടതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്ന പ്രധാന ആശയം. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക CPM തയ്യാറാക്കിയതിലാണ് ഇന്നസെന്റിനെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത്. ചാലക്കുടിയിലോ എറണാകുളത്തോ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനം. ഡോക്ടർ ബിജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സമകാലിക കേരളത്തിൽ ഇടതുപക്ഷം ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഒട്ടേറെ കാര്യങ്ങളിൽ ലിംഗസമത്വം, സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ തുടങ്ങിയ ഇടങ്ങളിൽ വലിയ നിലപാടുകൾ തന്നെയാണ് ഇടതുപക്ഷം ഉയർത്തിയത്. മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMA പുലർത്തിയിരുന്നത്. നടനും ആ സംഘടനയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ഒരു ഇടതുപക്ഷത്തെ MP ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തീർത്തും പിന്തിരിപ്പനും കുറ്റാരോപിതന് പിന്തുണ നൽകുന്നതും ആയിരുന്നു. ദേശീയ ശ്രദ്ധ നേടിയ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നതുപോലും മറന്ന കടുത്ത സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരാളെ വീണ്ടും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കുന്നത് പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന കാര്യത്തിൽ തികഞ്ഞ അത്ഭുതമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.